കോതമംഗലത്ത് യുവാവിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ യുവതി കുറ്റം സമ്മതിച്ചു. കോതമംഗലം ചേലാട് സ്വദേശി അധീനയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അൻസിലിന് കളനാശിനി കൊടുത്തു എന്ന് അധീന സമ്മതിച്ചു. വിവരങ്ങളുമായി സൈഫുന്നീസയാണ് ചേരുന്നത്. സൈഫുന്നീസ, ഏറെ ഞെട്ടലോടെയാണ് ഈ വാർത്ത ഇപ്പോൾ കേൾക്കുന്നത് എന്നുള്ളതാണ്. അധീന ഇത് കുറ്റം സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണമായി എന്താണ് പറയുന്നത്? ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസ് ഇക്കാര്യത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? ഈ അധീനയും ഒപ്പം തന്നെ അൻസിലും ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്നു. ചില കാര്യങ്ങൾ പറഞ്ഞ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അൻസിലിനെ ഒഴിവാക്കാനായി അധീന വിഷം നൽകിയെന്നുമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അൻസിൽ വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമാണ്. ഈ അധീന ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ്, കോതമംഗലം ചേലാടുള്ള വീട്ടിൽ ഒറ്റയ്ക്കാണ് അധീന താമസിക്കുന്നത്. അധീനയുടെ വീട്ടിൽ പതിവായി ഈ അൻസിൽ പോകാറുണ്ട് എന്നുള്ളതാണ് ഈ പരിസരവാസികളടക്കം പറയുകയും ചെയ്യുന്നത്. പോലീസും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ബുധനാഴ്ച പുലർച്ചെ 4:00 അൻസിൽ പോലീസിനെയും ബന്ധുക്കളെയും ഇങ്ങനെ ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയും ഇവർ ഈ സ്ഥലത്തെത്തി അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി സുഹൃത്ത് ഇങ്ങനെ വിഷം നൽകി, അധീന വിഷം നൽകിയെന്ന് ബന്ധുക്കളോട് പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കൾ പോലീസിന് പരാതി നൽകുകയും കൊലപാതക ശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തത്. പക്ഷേ ഇന്നലെ വൈകിട്ട് 7:30 അൻസിൽ ഈ ആലുവ രാജഗിരി ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തു. അമിത അളവിൽ വിഷം ഉള്ളിൽ ചെന്നതാണ് അൻസിലിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയും പുലർച്ചയോടെ തന്നെ അധീനയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അധീന കുറ്റം സമ്മതിച്ചത്. അൻസിലിനെ ഒഴിവാക്കാൻ തന്നെയാണ് വിഷം നൽകിയത്. അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്തോ പാനീയത്തിൽ വിഷം കലക്കി നൽകുകയായിരുന്നു എന്നാണ് അധീന നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും അധീനയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി സൈഫുന്നീസ.